A triangle is drawn joining the numbers 1, 4, 8 on a circle എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ക്ലോക്കിൻ്റെ ആംഗിൾ ഡിവിഷൻ നമ്മൾ നോക്കണം. ഒരു 12 ടു മൊത്തം നോക്കുമ്പോൾ 1 to 12 ഡിവിഷനാണുള്ളത്. അപ്പോൾ ഒരു ഡിവിഷൻ്റെ ആംഗിൾ എത്രയെന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയെ നമുക്ക് എന്ത് ചെയ്യാം, 12 ഡിവിഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ് നമുക്ക് വരിക. അതായത് ഒരു ഡിവിഷൻ 30 ഡിഗ്രി. ഈ ഡിവിഷൻ 30 ഡിഗ്രി ആവും, ഇതും 30 ഡിഗ്രി, മൊത്തം 30 ഡിഗ്രി ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ, ഇതിൻ്റെ സെൻറ്റർ ആംഗിളാണല്ലോ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ആംഗിൾ വരയ്ക്കാം. നമുക്ക് സെൻറ്റർ ആംഗിളാണ് സി, അതിൻ്റെ ഓപ്പോസിറ്റ് ബാക്കിലുള്ള ഹാഫ് സി രൂപത്തിലാണല്ലോ. ഇത് 1 ഡിവിഷൻ 30, 60 ആൻഡ് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ആംഗിൾ എത്ര കിട്ടി? 90 ഡിഗ്രിയാണ് സെൻറ്റർ ആംഗിൾ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ബാക്ക് സെൻറ്റർ ആംഗിൾ 90 ഡിഗ്രി ആണ് എഴുതാം. 90 ഡിഗ്രി കിട്ടുന്നതോടുകൂടി ഇതിൻ്റെ നേരെ ബാക്കുള്ള C/2 പോകുമ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും മാറും? 45 ഡിഗ്രി ആയിട്ട് മാറും. ഈ ആംഗിൾ 45 ഡിഗ്രി ആയി. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ ട്രയാംഗിൾ കിട്ടിക്കഴിഞ്ഞ് 45 ഡിഗ്രി. ഇതേപോലെ തന്നെ ഈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എത്ര ഡിവിഷൻ ഉണ്ട് നോക്കാം. ഇത് 4 ഡിവിഷൻ, 30, 60, 90, 120. അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ ആംഗിൾ 120 ആണെന്ന് കിട്ടി. സെൻറ്റർ ആംഗിൾ 120 ആകുമ്പോൾ നമുക്ക് അതിൻ്റെ നേരെ ബാക്കുള്ള ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി ആണെന്ന് കിട്ടും. നേരെ ബാക്കുള്ള ആംഗിൾ നമുക്ക് കിട്ടി 60 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രി, ഒരു ആംഗിൾ 45 ഡിഗ്രി കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ 105 ഡിഗ്രിയാണ് കിട്ടുക. 105 ഡിഗ്രി കിട്ടുമ്പോൾ നമുക്ക് ബാക്കി റിമൈനിങ് 180ലേക്ക് 75 ആണ്. അപ്പോൾ ബാക്കിയുള്ള ആംഗിൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. 75 എന്നത് 180, ഇത് മൈനസ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഡിവിഷൻ നോക്കുകയും ചെയ്യാം. ഈ ഡിവിഷൻ വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ 2 ട്രയാങ്കിൾ നോക്കിയപ്പോൾ തന്നെ, 2 ആംഗിൾ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഡിവിഷൻ നോക്കാം. നമുക്ക് ഡിവിഷൻ നോക്കണമെങ്കിൽ നമുക്ക് നോക്കൂ. 30, 60, 90, മൂന്നാമത്തെ ഡിവിഷനായി 90 ആയി, ആയിട്ട് 120 ആയി ആൻഡ് 150 ആയി. ദെർഫോർ ദിസ് ആംഗിൾ ഈസ് 150. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ആംഗിൾ എന്തായിരിക്കും? 75 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ക്യാൻ ബി മെയ്ഡ് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓഫ് എ ക്ലോക്ക് ഫേസ്? ഇതിൽ നമുക്ക് എത്ര ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ആംഗിളിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട്. 60 ഡിഗ്രിയാണ്. നമുക്ക് ഇതൊന്നും മാച്ച് കളയാം. ഇപ്പോൾ വരച്ചിരിക്കുന്നത് എന്തല്ല, ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ല, നമുക്ക് ഇതിനുള്ളിൽ ഈക്വലാറ്റർ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് നിലവിൽ നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ആംഗിൾ മാച്ച് വരയ്ക്കാം. നമുക്ക് ഈക്വലാറ്റർ ആംഗിൾ ഒന്ന് വരച്ച് നോക്കാം. ഒരു ഈക്വലാറ്റർ ആംഗിൾ നമുക്കറിയാം 60 ഡിഗ്രിയാണ് ഒരു ആംഗിൾ വരിക. ആംഗിൾ 60 ഡിഗ്രി ആകുമ്പോൾ തന്നെ നമുക്ക് ടോട്ടലായിട്ട് സെൻറ്റർ കട്ട് ചെയ്യേണ്ടത് 120 ഡിഗ്രിയാണ്. നമുക്ക് 120 ഡിഗ്രി. അപ്പോൾ ഇതിൽ 120 ഡിഗ്രി കട്ട് ചെയ്യണമെങ്കിൽ എത്ര ഡിവിഷൻ വേണം? നമുക്ക് 30, 30, 30, 30 അങ്ങനെ 120 കട്ട് ചെയ്യണമെങ്കിൽ 4 ഡിവിഷൻ വേണം. അപ്പോൾ നമുക്ക് 120 കട്ട് ചെയ്യാം. നമുക്ക് 12 നിന്ന് 4ലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഒരു 120 കിട്ടും. അടുത്തത് 4ൽ നിന്ന് 8ലേക്ക് വരാം. അപ്പോൾ നമുക്ക് 4ൽ 8ലേക്ക് ഇത് ജോയിൻ ചെയ്ത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളായി. നമുക്ക് 1 ഈക്വലാറ്റർ ട്രയാങ്കിൾ ഈസ് ആൾറെഡി ഹാവ്. ഈ ചുവപ്പ് നിറത്തിൽ 1 ഈക്വലാറ്റർ ട്രയാങ്കിൾ. നമ്മൾ അടുത്തൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ഇതേപോലെ 4 ഇൻ്റർവൽ എടുത്തിട്ട് അടുത്തൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ കുഴപ്പമില്ല. അടുത്ത ഈക്വലാറ്റർ ട്രയാങ്കിൾ അവിടെ ഉണ്ട്. അതിൽ നമുക്ക് എത്ര മൊത്തമായി പച്ച വരുമ്പോൾ 2 ഈക്വലാറ്റർ ട്രയാങ്കിളായി. നമുക്ക് വീണ്ടും ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാം. ഈക്വലാറ്റർ ട്രയാങ്കിൾ നമുക്ക് അടുത്തൊരു ഈക്വലാറ്റർ ട്രയാങ്കിളിന് വരയ്ക്കാം. ഈ ഈക്വലാറ്റർ ട്രയാങ്കിൾ എത്രയും മാറും? മൂന്നാമത്തെ ഈക്വലാറ്റർ ട്രയാങ്കിളായി. വീണ്ടും ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. 4ാമത്തെ ഈക്വലാറ്റർ ട്രയാങ്കിളാണ് നമുക്ക് കിട്ടുന്നത്. 4th ഈക്വലാറ്റർ ട്രയാങ്കിളാണ് നമുക്ക് 4ാമത്തെ ഈക്വലാറ്ററൽ ട്രയാങ്കിളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആകെ വരയ്ക്കാവുന്ന ഈക്വലാറ്റർ ട്രയാങ്കിൾ എത്രണ്ണമാണ് ഈ ക്ലോക്കിൽ എന്ന് പറഞ്ഞാൽ 12 നമ്പേഴ്സ് വരെ ഉള്ള ഈ ഇൻ്റർവൽ ഉപയോഗിച്ചുകൊണ്ട് 4 ഈക്വലാറ്റർ ട്രയാങ്കിളാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. 4 ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. 4 ഈക്വലാറ്റർ ട്രയാങ്കിൾ നമുക്കിവിടെ കാണാം. 4 ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ വിത്ത് സർക്കം സർക്കിൾ 3.5 സെൻറ്റിമീറ്റർ. സർക്കം സർക്കിൾ 3.5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്പൺ ബോർഡിൻ്റെ സഹായത്തോടുകൂടി 3.5 സെൻറ്റിമീറ്ററുള്ള ഒരു 3.5 സെൻറ്റിമീറ്ററിൽ സർക്കിൾ നമുക്ക് ആൾറെഡി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. ഈക്വലാറ്റർ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോമ്പസ് എടുത്തുകൊണ്ട് നമ്മൾ 120 ഡിഗ്രിയാണ് കട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ കോമ്പസ് എടുക്കുന്നു, പൊട്ടാറ്റോ എടുക്കുന്നു. പൊട്ടാറ്റോ എടുത്തിട്ട് നമ്മൾ 120 ഡിഗ്രി കട്ട് ചെയ്യും.
120 ഡിഗ്രിയാണ് കട്ട് ചെയ്യേണ്ടത്. 120 ഡിഗ്രിയിലേക്ക് നമുക്ക് പൊട്ടറ്റോ സെൻട്രൽ വെക്കണം. നമുക്ക് ബേസ് ലൈൻ വരയ്ക്കണം. ബേസ് ലൈന് നമ്മൾ വരച്ചു. നമുക്ക് 120 ഡിഗ്രി കട്ട് ചെയ്യണം. പൊട്ടാറ്റോയിൽ 0 മുതൽ അങ്ങനെ നോക്കി പോരണം. 120 ഡിഗ്രി കട്ട് ചെയ്യണം. 120 ഡിഗ്രി കട്ടി കഴിഞ്ഞ് നമുക്ക് 2 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു. ട്രയാങ്കിൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പോയിൻ്റ് കിട്ടിയാൽ മതി. നമ്മൾ അടുത്ത പൊട്ടാറ്റോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്നാണ് ഇനി 120 ഡിഗ്രി കട്ട് ചെയ്യേണ്ടത്. 120 ഡിഗ്രി കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ലൈൻ എടുത്ത് ഒരു 120 ഡിഗ്രി കട്ട് ചെയ്തു. അപ്പോൾ 120 ഡിഗ്രി കട്ട് ചെയ്തു. നമുക്ക് 3 പോയിൻ്റ് കിട്ടി. ഈക്വൽ ട്രയാങ്കിൾ വരയ്ക്കാനുള്ള 3 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞ് 3 പോയിൻ്റ് നമുക്ക് വരയ്ക്കാൻ എല്ലാ 3 ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഈക്വൽ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് ട്രയാങ്കിൾ എന്നുള്ളത് കിട്ടി. സെൻറ്റർ കട്ടിങ് 120 ആണ്. ഓരോ ബേസ് ആംഗിളും കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിലുള്ള ആംഗിൾ ദിസ് ആംഗിൾ ഈസ് 120 ആൻഡ് ബാക്കിലുള്ള ദിസ് ഓഫ് സി 60. സെൻറ്റർ ആംഗിൾ ഈസ് 120. നേരെ ബാക്കിലുള്ളത് ഈ ആംഗിൾ 60 ഓഫ് സി. സി ഓഫ് സി, സി ഓഫ് സി, സെൻറ്റർ ആംഗിൾ സി, ബാക്കിലുള്ള ആംഗിൾ ഓഫ് സി. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇതിൽ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു ഈക്വൽ ട്രയാങ്കിൾ വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റി എന്ന് കാണാം. നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ വരയ്ക്കേണ്ടത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ ആണ് സർക്കം റേഡിയസ് ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് ആർ 32.5 ആൻഡ് 37.5. 32.5 37.5 ആണ് വരയ്ക്കേണ്ടത്. ഈക്വൽ ട്രയാങ്കിൾ അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ആംഗിൾസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഈക്വലേറ്റർ ആംഗിൾ നേരത്തെ വരച്ച് നമുക്ക് ഇറേസ് ചെയ്യുക. ഇതല്ല നമുക്ക് വേണ്ടത് ഇനി എന്താണ്, ആംഗിൾ 32.5 ആണ് വേണ്ടത്. അപ്പോൾ 32.5 എന്ന് പറയുന്നത് സൈഡിലുള്ള ആംഗിൾ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഹാഫ് സി. സെൻറ്റർ വൃത്തത്തിലുണ്ടാക്കുന്ന ആംഗിൾ ആയതുകൊണ്ട് ഹാഫ് സി. സെൻട്രൽ കട്ട് ചെയ്യേണ്ടത് ഇത് ഡബിളാണ്. സെൻട്രൽ കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡബിളാണ്. ദാറ്റ് ഈസ് സി ആണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 32.5ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ് അതിൻ്റെ ഡബിൾ. അപ്പോൾ സെൻറ്റർ കട്ട് ചെയ്യേണ്ടത് 65 ഡിഗ്രി. 37.5ൻ്റെ ഡബിൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് എത്രയാണ്, 75 ഡിഗ്രിയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 75 ഡിഗ്രി കട്ട് ചെയ്ത്, അപ്പോൾ 65ഉം 75ഉം കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. പൊട്ടാറ്റോ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ബേസ് ലൈൻ വരയ്ക്കുന്ന നേരത്തെ പോലെ തന്നെ ബേസ് ലൈൻ വരയ്ക്കുന്നു. ബേസ് ലൈൻ നമുക്കറിയാം, ഒരു ലൈൻ ഇട്ടിട്ട് നമുക്ക് ബേസ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദറ്റ് ഈസ് 65 ഡിഗ്രി വരയ്ക്കേണ്ടത്. 65 ഡിഗ്രി വരച്ച് കഴിഞ്ഞു. നമ്മളിനി വരയ്ക്കേണ്ടത് 75 ഡിഗ്രിയാണ്. 75 ഡിഗ്രി വരയ്ക്കണം. നമ്മൾ പൊട്ടാറ്റോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്തിട്ട് 75 ഡിഗ്രി വരയ്ക്കണം. 75 ഡിഗ്രിയാണ് നെക്സ്റ്റ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 0യിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോരണം. 75 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത്, സിമ്പിളാണ്. 75 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 75 ഡിഗ്രി വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ 3 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു. 3 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ ഈ ലൈൻ ജോയിൻ ചെയ്യുന്നത്. ഈ ആംഗിളാണ് 65, അടുത്ത ആംഗിളാണ് 75. രണ്ട് ആംഗിളും നമ്മൾ വരച്ച് കഴിഞ്ഞു. നമ്മൾ ട്രയാങ്കിൾ ജോയിൻ ചെയ്യാൻ മുകളിലത്തെ 3 പോയിൻ്റ് കിടക്കുന്നുണ്ട്. ഒരു പോയിൻ്റ് ജോയിൻ ചെയ്തു, അടുത്തത് ജോയിൻ ചെയ്തു, ഇനി അടുത്ത രണ്ടും ജോയിൻ ചെയ്താൽ നമുക്ക് ട്രയാങ്കിളായി. നമുക്ക് ആംഗിൾ നോക്കാം. 75 നിൽക്കുന്ന ഈ സെൻറ്റർ ആംഗിളിൻ്റെ ബേസ്, ആ സെൻറ്റർ ആംഗിൾ അതിൻ്റെ ഹാഫ് സി എവിടെ കിടക്കുക, അതിൻ്റെ ഹാഫ് സി കിടക്കുക. അതിൻ്റെ ഈ ആർക്കാണ് ഉണ്ടാക്കുന്നത്. ആ ആർക്ക് ഉണ്ടാക്കുന്നതിൻ്റെ നേരെ ബാക്കിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. അപ്പോൾ അത് ആർക്ക് ഉണ്ടാക്കുന്നതിന് നേരെ ബാക്കിലുള്ള ആംഗിൾ അത് 75 ആയി. 75ൻ്റെ ഹാഫ് 37.5 ആയിരിക്കും. മറ്റേ 65 ഡിഗ്രിയാണ്. 65 ഡിഗ്രീൻ്റെ നേരെ ഹാഫ് എന്ന് പറയുന്ന ആംഗിൾ ഏതാ, 65 ഡിഗ്രീൻ്റെ നേരെ ഹാഫ് എന്നുള്ള ആംഗിൾ ഇപ്പോൾ കാണാം. ഈ ആർക്ക് ഉണ്ടാക്കുന്നത് അതിന് നേരെ ബാക്കിലേക്ക് പോകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. അത് 32.5 ആണ്. 32.5 ആണ്. അപ്പോൾ നമുക്ക് റിക്വയർഡ് ട്രയാങ്കിൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. കൃത്യമായിട്ട് നമ്മൾ അത് വരച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഫിനിഷ് ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻ ദിസ് പിക്ചർ എ സെമി സർക്കിൾ is drawn with a line as diameter and a smaller semicircle with half of its diameter. നമുക്ക് വലിയൊരു സർക്കിൾ ഉണ്ട് ഇവിടെ, വലിയ ഡയമീറ്ററിൽ, അതിൻ്റെ ഹാഫ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഇവിടെ അതിൻ്റെ ഹാഫ് ഡയമീറ്ററിലുണ്ട്. അങ്ങനെ കാണാം. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് വേർ ദ സെമി സർക്കിൾസ് മീറ്റ്. ഈ പോയിൻ്റാണ് സെമി സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ആൻഡ് ടു ദ എനി പോയിന്റ് ഓൺ ലാർജ് സെമി സർക്കിൾ ഈസ്, ലാർജ് സെമി സർക്കിളിലേക്ക് വരയ്ക്കുന്നത് എന്തായിരിക്കും? പ്രൂവ് ചെയ്യേണ്ടത്
ബൈസെക്ട് സ്മാളർ സർക്കിൾ. ഈ സ്മാളർ സർക്കിൾ ബൈസെക്ട് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ തന്നിരിക്കുന്നത് ഈ രണ്ട് ഇത് പ്രൂവ് ചെയ്യണമെന്നുള്ള, ഇത് രണ്ടും ഈക്വലാണ് തന്നിട്ടുണ്ട്. താഴെ രണ്ട് ഈക്വലാണെന്നുണ്ട്, മുകളിലുള്ള ലൈൻ രണ്ട് ഈ ഹാഫാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന സെമി സർക്കിൾ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സെമി സർക്കിളിൽ ഈ ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ 90 ഡിഗ്രി കിട്ടും. ഈ രണ്ട് ആംഗിളും വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. വലിയ ട്രയാങ്കിളുടെ ബേസാണിത്, അതിന് പാരലൽ ലൈനാണിത്. ആ ബേസിന് വരയ്ക്കുന്ന പാരലൽ ലൈൻ എന്നല്ല, ഏത് ലൈനിന് വരയ്ക്കുന്ന പാരലൽ ലൈന് മറ്റു രണ്ട് ലൈനിനെയും ഈക്വൽ പ്രൊപ്പോർഷനിലാണ് കട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ബേസിന് വരച്ചിരിക്കുന്ന മിഡിൽ ഈ റെഡ് പാരലൽ ലൈന് രണ്ട് സൈഡിനെയും ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ഡിവൈഡ് ചെയ്യുക. അതായത് ഈ രണ്ട് പ്രൊപ്പോർഷനും 1:1 ആയിരിക്കും. താഴെയുള്ളത് 1:1 ആണ്, ആൾറെഡി 1:1 ഈക്വൽ ആണല്ലോ. അപ്പോൾ അതേ പ്രൊപ്പോർഷനിലാണ് മുകളിലുള്ളതിനും ഡിവൈഡ് ചെയ്യുക എന്നുപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻ മാത്രമല്ല, ഇതിൽ വരയ്ക്കുന്ന ഏത് ലൈനിനെയും ഈ സെമി സർക്കിൾ നമുക്ക് ഹാഫായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഇവിടെ കാണിച്ചിരിക്കുന്ന ലൈനിലേക്ക് നമുക്ക് ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യാം. ഇതിന് ഹാഫായിട്ടാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് കാണാൻ പറ്റും. അതായത് ട്രയാങ്കിളിൻ്റെ ബേസ്, ഏറ്റവും മുകളിലുള്ള ആ ബേസ്, അതിന് പാരലായി വരച്ച് കഴിഞ്ഞാൽ ലൈന് 1:1 ഡിവൈഡ് ചെയ്യും.